മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ മെയ് മാസം പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും, അങ്ങനെ മറിയത്തിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയാക്കുവാനും, അതുപോലെ തന്നെ മറിയത്തിൻ്റെ ജീവിതത്തെ ആ ജീവിതത്തിന് നമ്മുടെ രക്ഷാകര കർമ്മത്തിലുള്ള പങ്കാളിത്തം മനസ്സിലാക്കുവാനുള്ള ഒരവസരമായിട്ട് മാറ്റുവാനുള്ള ഒരു വിളിയാണ് പരിശുദ്ധ തിരുസഭ നമുക്ക് നൽകുന്നത്. The gospel stresses the importance and the role of Mary in the work of our salvation. നമ്മൾ മറിയത്തെ സുവിശേഷത്തിൽ ആദ്യമായി കാണുന്നത് ഇപ്പോൾ വായിച്ചു കേട്ട ഭാഗത്താണ്. ഗബ്രിയേൽ മാലാഖയുമായിട്ട് ഒരു സംഭാഷണത്തിൽ ഏറ്റിരിക്കുന്ന മറിയം. As a teenage girl, betrothed but not yet married to Joseph, she was being asked to become pregnant by a heavenly source. Very confusing situation. Betrothal was regarded as very strong and even equal to marriage. It's a full commitment to the future spouse. ഈ അവസ്ഥയിലാണ് മാലാഖ വന്ന് പറയുന്നത്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കണം. അവൾ ആകെ കൺഫ്യൂസ്ഡായി. എന്താ ഇതിൻ്റെ അർത്ഥം? തൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം താഴെ വീണ് ഉടയുന്ന നിമിഷമാണിത്. തനിക്ക് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുടുംബജീവിതം, യൗസേപ്പുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന അവൾ മാലാഖയുടെ സന്ദേശം സ്വീകരിക്കുന്നത് അവളുടെ ആ പദ്ധതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കുള്ള ഒരു വിളിയാണ്. മാലാഖ അവളോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് നീ യേശു എന്ന് പേരിടണം. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവൾ ചോദിച്ചു, എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. അപ്പോൾ മാലാഖ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അതുകൊണ്ട് ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. The Holy Spirit will come upon you and the power of the Most High will overshadow you. Therefore, the one who is going to be born will be called Holy Son of God. This was the moment of revelation to her. She understood this is God's plan for her and for humanity. This is a moment of grace to the humanity, and she surrendered her will to the will of God, saying, Behold the handmaid of the Lord, be it done to me according to thy word. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവത്തിരുഹിതത്തിന് സമർപ്പിക്കുന്ന നിമിഷമായിരുന്നു അത്. The total submission to the will of God in all her life. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഈ നിമിഷം മാത്രമല്ല, ജീവിതത്തിന് മുന്നോട്ടുള്ള ഓരോ നിമിഷവും ഒരു വലിയ ആമേനായിരുന്നു മറിയത്തിൻ്റെ ജീവിതം. മറിയത്തിൻ്റെ ജീവിതം, അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് ബത്ലഹേമിലേക്ക് പോവുക, സെൻസസ് എടുക്കാനായിട്ട്. എളുപ്പമുള്ള കാര്യമല്ല. അവൾ പറഞ്ഞു ആമേൻ. വീണ്ടും മുല കുടിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് പലായനം ചെയ്യുക ഈജിപ്തിലേക്ക്, എളുപ്പമുള്ള കാര്യമല്ല. അവൾ പറഞ്ഞു ആമേൻ. ഈജിപ്തിലെ പ്രവാസി ജീവിതം, ദാരിദ്ര്യത്തിൻ്റെ ജീവിതം, അരിഷിതാവസ്ഥയുടെ ജീവിതം, അവൾ പറഞ്ഞു ആമേൻ. ജെറുസലേം ദേവാലയത്തിൽ തൻ്റെ ഏക മകനെ കാണാതെ വിഷമിച്ച് അന്വേഷിച്ച് ചെന്ന് കണ്ടെത്തിയപ്പോൾ മകൻ പറയുന്നു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ? അവൾ പറഞ്ഞു ആമേൻ. വീണ്ടും ഈശോ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ ഈശോയുടെ സാന്നിധ്യം ലഭിക്കാതെ കൊണ്ട് വിഷമിച്ച അവൾ ഇത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു ആമേൻ. വീണ്ടും കാൽവരിയിലേക്കുള്ള യാത്രയിൽ കുരിശും പേറി വികൃത രൂപനായി വരുന്ന തൻ്റെ മകനെ കണ്ട് ഹൃദയം നുറുങ്ങിയ അമ്മ പറഞ്ഞു ആമേൻ. കുരിശിൻ്റെ ചൂട്ടിൽ നിന്നുകൊണ്ട് ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് ശിഷ്യനെ കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു ആമേൻ.
അവളുടെ ജീവിതം മൊത്തം ഒരു ആമേൻ്റെ നീണ്ട ചെയിനാണ്, നീണ്ട ശൃംഖലയാണ്. The whole life of Mary is a chain of amen. She surrendered her will to the will of God throughout her life. Entire life was given to God without questioning. In John chapter 19, verses 25 to 27, we read, standing near the cross of Christ were his mother and his mother's sister Mary, the wife of Cleopas, and Mary Magdalene. When Jesus saw his mother and the disciple whom he loved standing beside her, he said to her, his mother, "Woman, here is your son." Then he said to the disciple, "Here is your mother." And from that hour, the disciple took her into his own home. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യയായി മറിയവും മഗ്ദലന മറിയം നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, "സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ." അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, "ഇതാ നിൻ്റെ അമ്മ." അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ആരാണ് എന്ന് നമ്മളിവിടെ പഠിക്കണം. ഹൂ ഈസ് എ ട്രൂ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്? എ ട്രൂ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ വൺ ഹൂ ഈസ് സ്റ്റാൻഡിങ് ക്ലോസ് ടു ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് വൺ ഹൂ ഈസ് സ്റ്റാൻഡിങ് ക്ലോസ് ടു ദ മദർ ഓഫ് ക്രൈസ്റ്റ്. പരിശുദ്ധ അമ്മയോടും കുരിശിനോടും ചേർന്ന് നിൽക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. യേശുവിനെ രക്ഷകനും കർത്താനുമായി സ്വീകരിക്കുന്നവൻ ആദ്യം കുരിശോട് ചേർന്ന് നിന്നേ പറ്റൂ. If you want to follow the Lord, we need to stay close to the cross of Christ. Because the Lord said, "If you wish to be my disciple, deny yourself, take up your cross and follow me." ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കുരിശോട് ചേർന്ന് നിൽക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. കുരിശോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ബലിയോട് ചേർന്ന് നിൽക്കുക എന്നാണ്. ബലിയോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കുക. കുരിശിൻ്റെ പൂർണ്ണത ഇവിടെയാണ്, വിശുദ്ധ കുർബാനയിൽ. കുരിശോട് ചേർന്ന് നിൽക്കുക, ബലിയോട് ചേർന്ന് നിൽക്കുക, കുർബാനയോട് ചേർന്നിരിക്കുക, യേശുവിനെ ഇവിടെ ദർശിക്കുക. ഇത് ക്രിസ്തു ശിഷ്യൻ്റെ അടയാളമാണ്. രണ്ടാമത്തെ അടയാളമാണ് പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുക. ബി ക്ലോസ് ടു ദ മദർ ഓഫ് ക്രൈസ്റ്റ്. ആ ഡിസൈപ്പിൾ ഇസ് നോട്ട് കോളിംഗ് ഹിം ജോൺ. ദ ഡിസൈപ്പിൾ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, "ദിസ് ഈസ് യുവർ മദർ." ഇതാണ് നിൻ്റെ അമ്മ. ആ നിമിഷം ആ ശിഷ്യൻ അവളെ തൻ്റെ സ്വന്തമാക്കി മാറ്റി. ആദ്യം തൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു, പിന്നെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. യേശുവിൻ്റെ അമ്മയെ സ്വന്തം ഹൃദയത്തിലും ഭവനത്തിലും സ്വീകരിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. ദ ട്രൂ ഡിസൈപ്പിൾ ഈസ് ദ വൺ ഹൂ receives the mother of Christ into his heart and also into his home. ശിഷ്യൻ അവളെ സ്വീകരിച്ചു. ഈശോയുടെ അമ്മയെക്കുറിച്ച്, യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് 4 പ്രധാനമായിട്ടുള്ള ദോഗ്മാസാണ് തിരുസഭ നൽകുന്നത്. There are 4 dogmas about Mary. The first dogma is the perpetual virginity of Mary. അവൾ നിത്യകന്യകയാണ്. Perpetual virginity of Mary. And even this dogma has 3 parts. Virginatas ante portum, Latin, means before birth she is virgin. And virginatas in portu means during birth she is virgin. And virginatas post portum means after birth also she is virgin. Mary is ever virgin. This is the dogma of the church. Many people are stumbling here on this point. We'll come to that later. A second dogma is Mary is the mother of God. Mary Deva Madhavana. Deva Madhavana Mariam. Theotokos, mother of Jesus, who is God. Jesus is God. Mary is the mother. So അവൾ ദൈവമാതാവാണ്. നമ്മൾ ഇതിലേക്കും തിരിച്ചു വരാം. മൂന്നാമത്തെ ഡോഗ്മ ഇതാണ്, ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് മേരി. മേരി വാസ് കൺസീവ്ഡ് വിതൗട്ട് ഒറിജിനൽ സിൻ
and she was preserved from any sin, even personal sin. Sin could not touch her. She was holy throughout her life. So, immaculate conception and a sinless life of Mary. And the fourth dogma is the assumption of Mary into heaven, which means Mary's body did not experience corruption, did not decay. She was assumed into heaven, was taken up body and soul into heaven, shares the glory of her Son in heaven of the resurrection. So these are the four dogmas about Mary, and many people have difficulty in understanding this dogma. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, മരിയഭക്തി വിഗ്രഹാരാധനയല്ലേ എന്ന്. Are we not worshipping the idols by venerating Mary? They don't make the difference between veneration and adoration. ആരാധനയും വണക്കവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ കൊണ്ട് മാതാവിനെ ആരാധിക്കുന്നു എന്ന് പറയുന്ന ചില സഹോദരന്മാരുണ്ട്. They don't really get what we do. ആരാധന ദൈവത്തിന് മാത്രം അർഹമാണ്. Adoration is an honor we offer to God for an excellence he has of himself that he has not got from anybody else. അത് ദൈവത്തിന് മാത്രം അർഹിക്കുന്നതാണ് ആരാധന എന്നത്. പക്ഷേ വണക്കം, വെനറേഷൻ ഈസ് an honor we give to creatures for an excellence that they have received from God. അവർ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ആ മഹത്വം, അതിനെ നമ്മൾ അംഗീകരിക്കുകയാണ്, അതിനെ നമ്മൾ സ്നേഹിക്കുകയാണ്, അതിനെ നമ്മൾ ബഹുമാനിക്കുകയാണ്, വണങ്ങുകയാണ്. So what we do with Mary is venerating her, not adoring her. നമ്മൾ അവളെ വണങ്ങുകയാണ്, അവളെ ആരാധിക്കുകയല്ല. മറിയം ഒരിക്കലും ദൈവത്തിനൊപ്പമല്ല, നമുക്കറിയാം. മറിയം ഒരിക്കലും ദൈവത്തിന് പകരമല്ല, നമുക്കറിയാം. പക്ഷേ അവൾ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവളാണ്. She is not equal to God, she is not instead of God, but she is so close to God. Mary is as close to divinity as any creature can get. ഇതിനപ്പുറത്ത് ആർക്കും കടക്കാൻ പറ്റിയിട്ടില്ല. മറിയം അത്രയും ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആളാണ്. ഷീ ഈസ് നോട്ട് ഗാഡ്, ഷീ ഈസ് നോട്ട് എ റീപ്ലേസ്മെൻറ്റ് ഫോർ ഗാഡ്, ബട്ട് ഷീ ഈസ് ക്ലോസ് ടു ഗാഡ്, ക്ലോസ് ടു ഡിവിനിറ്റി as any creature can get there. That is the maximum that we have come to. So സൃഷ്ടിയായി മനുഷ്യന് ദൈവത്തോട് എത്രമാത്രം ചേർന്നിരിക്കാമോ അത്രയും അടുത്താണ് മറിയം. അതുകൊണ്ട് അവൾ വണക്കം അർഹിക്കുന്നുണ്ട്, നമ്മുടെ ബഹുമാനം അർഹിക്കുന്നുണ്ട്, നമ്മുടെ സ്നേഹം അർഹിക്കുന്നുണ്ട്. പിതാവിൻ്റെ മകളാണ്, പുത്രൻ്റെ അമ്മയാണ്, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറിയത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മാക്സിമിലിയൻ കോൾവേ പറയുന്നത്, നെവർ ബി അഫ്രെയ്ഡ് ഓഫ് ലവിങ് മേരി ടു മച്ച്. യു ക്യാൻ നെവർ ലവ് ഹർ മോർ ദാൻ ജീസസ് ഡിഡ്. മാധവനെ കൂടുതൽ സ്നേഹിച്ചു പോകുന്നു എന്ന് ഓർത്ത് വിഷമിക്കേണ്ട. കാരണം നിങ്ങൾക്ക് ആർക്കും ജീവിതത്തിൽ ഈശോ മാതാവിനെ സ്നേഹിച്ച് അത്രയും സ്നേഹിക്കാൻ പറ്റില്ല. യു ക്യാൻ നെവർ ലവ് ഹർ സോ മച്ച് as ജീസസ് ലവ്ഡ്. സോ ഡു നോട്ട് ബി അഫ്രെയ്ഡ് ടു ലവ് ഹർ ടു മച്ച്. അയ്യോ, ഐ ആം ലവിങ് ഹർ ടു മച്ച്, ഐ നോട്ട് ലവിങ് ഇനഫ്. ജീസസ് and Mary, they are not in competition. ഒരു കോമ്പറ്റീഷനല്ല. So here, that is one point. We are not adoring her, but we are venerating her. Sometimes some of our brothers from other denominations have this question: what are you doing? You have the statues of Mary in the church and you are making her equal to God. We never make her equal to God. She is not equal to God, but then she is very close to God. The second point usually come up is the virginity of Mary, which we already said is a dogma. നമ്മൾ മത്തായിയുടെ സുവിശേഷം 1:25 വായിക്കുന്നുണ്ട്. He took her as his wife, but had no marital relations with her until she had born a son. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. ഇതൊരു പോയിൻ്റായിട്ട് പലരും പറയാറുണ്ട്. പുത്രനെ പ്രസവിക്കുന്നത് വരെ അറിഞ്ഞില്ല. ഇവിടെ ആരാണ് പുത്രൻ? ഈശോയാണ്. അവൻ ജോസഫാണ്, അവൾ മറിയമാണ്. അറിയുക എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധമാണ്, സെക്ഷൽ റിലേഷൻഷിപ്പ് ഇൻ ദ ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റ്. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? അൺടിൽ ഷീ ഗേവ് ബർത്ത് ടു ദ ചൈൽഡ് ജോസഫ് ഡിഡ് നോട്ട് നോ ഹർ, മീൻസ് പ്രോബ്ലി ആഫ്റ്റർ ദാറ്റ് ഹി ന്യൂ ഹർ എന്നൊരു കൊണോട്ടേഷൻ ചിലപ്പോൾ ചിലർ കൊണ്ടുവരാറുണ്ട്.
ഇവിടെ അൻറ്റിൽ എന്ന വാക്ക് ഇത് റെപ്രസെൻറ്റ് എൻഡ് ഓഫ് ആൻ ഇവൻറ്റ് യൂഷ്വലി. പക്ഷേ ഒരു പ്രവൃത്തിയുടെ അവസാനത്തെ കാണിക്കാനാണ് അൻറ്റിൽ എന്ന് പറയുന്നത്. അൻറ്റിൽ May 3rd of May വി ഹാവ് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ അന്ന് വരെ ലോക്ക്ഡൗൺ ഉണ്ട്, അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ലോക്ക്ഡൗൺ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ ഇൻ ദ സെമാറ്റിക് ലാംഗ്വേജ് അൻറ്റിൽ ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ആൻ ഇവൻറ്റ്, ബട്ട് ഇറ്റ് ഷോസ് ആൻ ഇമ്പോർട്ടൻസ് ഓഫ് ആൻ ഇവൻറ്റ്. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന അൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഇത് വരെ, ടിൽ ദാറ്റ് ടൈം. ബട്ട് ദെൻ ഹിയർ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് അൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഇസ് ഇമ്പോർട്ടൻസ് ആൻ ഇവൻറ്റ്. ആ സംഭവത്തിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അൻറ്റിൽ എന്ന വാക്ക് ഉപയോഗിക്കുക. സോ ജോസഫ് did not know her until she gave birth to a child എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് ഇവൻറ്റ്. ബൈബിളിൽ നമ്മൾ വേറെ കാണുന്നുണ്ട് ഈ എക്സ്പ്രഷൻ, ഒരു പ്രവൃത്തിയുടെ പ്രാധാന്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അൻറ്റിൽ ഉപയോഗിക്കുന്നത്. ഇൻ 2 Samuel chapter 6 28 verse 28 says, Michal, the daughter of Saul, had no child until her death. മിഖാൽ, സാവൂളിൻ്റെ പുത്രി മിഖാൽ മരണം വരെ സന്താനരഹിതയായിരുന്നു. ഡസ് നോട്ട് മീൻ ദാറ്റ് ഷീ ഹാഡ് എ ചൈൽഡ് ആഫ്റ്റർ ഹെർ ബർത്ത്. നമുക്കറിയാം മരിച്ചതിന് ശേഷം അവൾക്കൊരു പുത്രനോ പുത്രിയോ ഉണ്ടായി എന്നല്ല അതിൻ്റെ അർത്ഥം നമുക്കറിയാം. ദാറ്റ് മീൻസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് ഇവൻറ്റ്. അൻറ്റിൽ ഹെർ ഡെത്ത് ഷീ ഡിഡ് നോട്ട് ഹാവ് ചൈൽഡ്, മീൻസ് ഷീ ഡിഡ് നോട്ട് ഹാവ് ചൈൽഡ് അറ്റ് ഓൾ. The importance of the event. That is the expression, semantic language. And again in Isaiah 22:14, surely this iniquity will not be forgiven until you die. നീ മരിക്കുന്നത് വരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല. മരിക്കുന്നത് വരെ ക്ഷമിക്കപ്പെടുകയില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് ക്ഷമിക്കപ്പെടുമെന്നല്ല എൻ്റെ അർത്ഥം. This is so serious an offense that it will not be forgiven you. That's the meaning. So until does not mean till the end of an event. It shows the importance of event. So ഇവിടെ എന്താണ് ഇതിൻ്റെ അർത്ഥം? Jesus was born without sexual intercourse. That's the meaning, that's the importance here. പുരുഷ സംഗമം കൂടാതെയാണ് മറിയം ഈശോയ്ക്ക് ജന്മം നൽകിയത്. That is the meaning of this statement. Now അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും about the brothers and sisters of Jesus. ഇന്നത്തെ രാവിലത്തെ സുവിശേഷവും അതായിരുന്നു, brothers and sisters of Jesus. ഈശോ ഇവൻ തച്ചൻ്റെ മകനല്ലേ? ഇവൻ്റെ സഹോദരന്മാരായി കുറച്ച് പേരില്ലേ? മറിയത്തിൻ്റെ മകൻ യാക്കോബ്, യോസെ, യൂദാസ്, ഷിമിയോൻ എന്നിവർ സഹോദരരല്ലേ? സോ ഈസ് നോട്ട് ദിസ് ദ കാർപ്പൻറ്റർ, ദ സൺ ഓഫ് മേരി ആൻഡ് ബ്രദർ ഓഫ് ജെയിംസ് ആൻഡ് യോസെ ആൻഡ് ജൂഡസ് ആൻഡ് സൈമൺ, ആൻഡ് ആർ നോട്ട് ഹിസ് സിസ്റ്റേഴ്സ് വിത്ത് അസ്? ക്വസ്റ്റ്യൻ വരികയാണ് അഗെയിൻ. ഇവിടെ അഗെയിൻ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ലിമിറ്റേഷൻ. 2000 വർഷം മുമ്പുള്ള ലാംഗ്വേജ്, ഒരു ലാംഗ്വേജിന് പരിമിതിയുള്ള അവസ്ഥയുണ്ട്. നമുക്കറിയാം ഓരോ വർഷവും ഡിക്ഷണറി എഡിറ്റ് ചെയ്യുമ്പോൾ പുതിയ പുതിയ വാക്കുകൾ ചേർക്കപ്പെടാറുണ്ട്. ദ ലാംഗ്വേജ് ഈസ് ഡെവലപ്പിംഗ് എവറി ഡേ, എവറി ഇയർ. സോ ഹിയർ അറ്റ് ദാറ്റ് ടൈം ഓഫ് ജീസസ്, the term that was used for brother or cousin was the same, adelphos, Greek word adelphos. Adelphos was the term. ഒരു കസിനെ ആണെങ്കിലും ബ്രദറിനെ ആണെങ്കിലും ചൂണ്ടിക്കാണിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന വാക്കാണ് അദേൽഫോസ്. നമുക്കറിയാം സെൻറ്റ് പോൾ അഡ്രസ്സസ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എൻ്റെ സഹോദരി സഹോദരങ്ങൾ. നമ്മൾ എപ്പോഴും പറയും, ഞാനിപ്പോൾ ഈ മെസ്സേജ് തുടങ്ങിയത് എങ്ങനെയല്ലേ, സഹോദരി സഹോദരങ്ങളെ നമ്മളെങ്ങനെയാണ് വിളിക്കുന്നത്? ദാറ്റ് ഈസ് ദ വൺ സ്റ്റൈൽ ഓഫ് ഇൻവൊക്കേഷൻ. സോ ഇൻ മാർക്ക് 15:40 there were also women looking from a distance. Among them were Mary Magdalene and Mary the mother of James and younger and Jose and Salome. അപ്പോൾ യേശുവിൻ്റെ കുരിശിൽ നിന്നിരുന്ന ഈ ഒരു കുറച്ച് 2 പേരെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഇപ്പം മോളി പറഞ്ഞ 2 പേര് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വരുന്നത് ഹൊസെ ആൻഡ് യാക്കോബ്, ജെയിംസ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറേ സ്ത്രീകൾ നിന്നിരുന്നു. മഗ്ദലന മറിയവും യോസയുടെയും ചെറിയ യാക്കോബിൻ്റെയും അമ്മയായ മറിയവും സലോമിയും. അപ്പം യേശുവിടെ 2 സഹോദരന്മാർ ഇവിടെ വന്നു കഴിഞ്ഞു ഓൾറെഡി. അതാരാണ്? മറിയത്തിൻ്റെ സഹോദരി മറിയം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കൊച്ചുണ്ടാകുന്നു, ഒരു പെൺകുട്ടി ഉണ്ടാകുന്നു, അതിന് മറിയം എന്ന് പേരിട്ടു. അടുത്ത വേറൊരു പെൺകുട്ടി ഉണ്ടാകുന്നു, അതിന് വീണ്ടും മറിയം എന്ന് പേരിടുവോ? ഒരു വീട്ടിൽ 2 മറിയന്മാർ. ഇവിടെ പറയുന്നുണ്ട് മറിയം, അവളുടെ സഹോദരി മറിയം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇറ്റ്സ് എ കസിൻ.
It's a relative. So that's the meaning here. So മറിയത്തിൻ്റെ സഹോദരി മറിയം, ആ സഹോദരിയുടെ മക്കളായിട്ടാണ് നമ്മളിവിടെ യാക്കോബും യോസയും കാണുന്നത്. പിന്നെ യൂദാസ് ശിമിയോനും, യൂദാസിൻ്റെ ലേഖനം ജൂഡ് 1:1. ജൂഡ്, എ സെർവൻ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ ബ്രദർ ഓഫ് ജെയിംസ്. യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരമായ യൂദാസ്. മൂന്നാമത്തെ ആളെ കിട്ടി. നമുക്ക് ഇവരെയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. Which means these are the relatives, the cousins of Jesus. Does not mean that Mary gave birth to more children after giving birth to Jesus. അതുകൊണ്ട് ആ ആർഗ്യുമെൻ്റ് ഒന്നും സ്റ്റാൻഡിങ് അല്ല, ശരിയല്ല. സോ ഹിയർ മാതാവിൻ്റെ സഹോദരി മറിയത്തിൻ്റെ മക്കൾ, ഇതൊക്കെ യേശുവിൻ്റെ സഹോദരന്മാരായിട്ടാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. പിന്നെ പറയാറുള്ള മറ്റൊന്നാണ് ദ ഫസ്റ്റ് ബോൺ. സോ അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രന് ജന്മം നൽകി. He gave birth to her firstborn. Does not that mean that she had more children, the firstborn, second, third? The firstborn also means the only son. ഏകജാതൻ എന്നുകൂടി അതിനർത്ഥമുണ്ട്. യേശു പിതാവിൻ്റെ ഏകജാതനാണ്, മറിയത്തിൻ്റെയും ഏകജാതനാണ്. ഇങ്ങനെ പല പല ചോദ്യങ്ങളും ഒക്കെയായിട്ട് പലരും നമ്മെ സമീപിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈശോ മറിയത്തെ സ്ത്രീയെ എന്ന് വിളിച്ചത്? നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ജീസസ് കോൾഡ് ഹെർ വുമൺ ഇൻസ്റ്റെഡ് ഓഫ് കോളിംഗ് മദർ. ജീസസ് ഈസ് കോളിംഗ് ഹെർ വുമൺ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് sin came to the world through a woman and sin was destroyed also by the son of a woman. So സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സന്തതി ഈ സ്ത്രീയിൽ നിന്ന് വരും. ദൈവത്തിൻ്റെ വാഗ്ദാനം, സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവൻ സർപ്പത്തിൻ്റെ തല തകർക്കും. ഈ സ്ത്രീയാണ് പരിശുദ്ധി അമ്മ. റെവലേഷൻ 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, സ്ത്രീയിൽ നിന്നും ജനിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ നിൽക്കുന്ന സർപ്പം. So in the book of Genesis as well as in the Revelation, we hear this woman, the same woman who is going to destroy and crush the head of Satan. The woman's son will be crushing the head of Satan, which means ഇതാണ് വുമൺ. ഹിയർ കാനായിലെ കല്യാണവേളയിൽ ഈശോ പറയുന്നു, വുമൺ മൈ ടൈം ഹാസ് നോട്ട് കം, എൻ്റെ സമയം ഇനിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ നിന്നെ അമ്മയായിട്ട് ലോകത്തിന് പ്രസൻറ്റ് ചെയ്യാനുള്ള സമയം ഇനിയായിട്ടില്ല. ഇനി ഞാൻ കൊടുക്കും അമ്മയായിട്ട് എല്ലാവർക്കും, പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല. ഐ വിൽ ഗീവ് യു ആസ് എ മദർ ടു എവറിബഡി ആൻഡ് ഹി ഡിഡ് ദാറ്റ് ഓൺ ദ ക്രോസ്. എല്ലാം സമയം പൂർത്തിയായി, ഇപ്പോൾ എല്ലാം പൂർത്തിയായി. വിളിച്ചു പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അതുവരെ ഇവൾ ആ സ്ത്രീ, ഇവിടെ ആ സ്ത്രീ ആ ഏൻഷ്യൻ്റ് സർപ്പത്തിൻ്റെ തകല തകർക്കുന്ന ആ സന്തതിയുടെ അമ്മയാണ്. സോ ഹിയർ അഗെയിൻ നൗ വി ലുക്ക് അറ്റ് ഹെർ ആസ് ദി ആർക്ക് ഓഫ് ദ കവനൻറ്റ്. മറിയം ആർക്ക് ഓഫ് ദ കവനൻറ്റ്, വാഗ്ദാന പേടകമാണെന്ന് പറയാറുണ്ട്. നമ്മൾ ദുത്തിനിയെ ചെല്ലുമ്പം പ്രാർത്ഥിക്കാറുണ്ട്, വാഗ്ദാന പേടകമേ സ്വർഗത്തിൻ്റെ വാതിൽ എന്നൊക്കെ പറയുമ്പോൾ വാട്ട് ഡസ് ഇറ്റ് മീൻ ആർക്ക് ഓഫ് ദ കവനൻറ്റ്? ദാറ്റ് മീൻസ് she contained the presence of God. The Ark of the Covenant was representing the presence of God. ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നു ആർക്ക് ഓഫ് ദ കവനൻറ്റ്, വാഗ്ദാന പേടകം. ഇവിടെ പരിശുദ്ധി അമ്മ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറമാണ്. അതുകൊണ്ടാണ് ഏലീശയുടെ അടുത്ത് ചെന്നപ്പോൾ ലൂക്ക 1:43 ഏലീശ പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഹൗ കം ദാറ്റ് the mother of my God has come to visit me? She is fully filled with the presence of God. പരിശുദ്ധാത്മാവിൻ്റെ നിറസാന്നിധ്യമാണ് പരിശുദ്ധി അമ്മ. പരിശുദ്ധി അമ്മയുള്ളിടത്ത് ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യമുണ്ട്. കാരണം പെന്തക്കോസ്ത് ദിനം പരിശുദ്ധി അമ്മയോടൊപ്പമാണ് സ്ലീഹന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറഞ്ഞത്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനം പറയുന്നുണ്ട്, ജ്ഞാനികൾ മറിയത്തോടൊപ്പം യേശുവിനെ ആരാധിച്ചു. The wise men worshipped, adored the Lord with Mary. സോ ജ്ഞാനികൾ മറിയത്തോടൊപ്പം ആരാധിച്ചു. നമ്മൾ മറിയത്തോടൊപ്പം യേശുവിനെ ആരാധിക്കുക, മറിയത്തോടൊപ്പം യേശുവിനെ ആരാധിക്കുക. ദിസ് ഈസ് റിഫ്ലക്റ്റിംഗ് ദ ഫേസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ സ്കൂൾ ഓഫ് മേരി. ദാറ്റ്സ് വാട്ട് വി സേ, ജോൺ പോൾ II. സോ ഈശോയുടെ മുഖം മറിയത്തിൻ്റെ മടിയിലിരുന്നു കൊണ്ട് ധ്യാനിക്കാനുള്ള അവസരം ഇത്. നമ്മൾ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ വാട്ട് ഡസ് ഇറ്റ് മീൻ? വി ആർ ടേണിംഗ് ടുവേഴ്സ് ജീസസ് സിറ്റിംഗ് ഇൻ ദ ലാപ്പ് ഓഫ് മേരി. മറിയത്തിൻ്റെ മടിയിലിരുന്നു കൊണ്ട് നമ്മൾ ഈശോയുടെ മുഖം ധ്യാനിക്കുകയാണ്. സോ മേരി ഈസ് ദ ആർക്ക് ഓഫ് ദ കവനൻറ്റ് ആൻഡ് ഷീ ഈസ് ദ ഫസ്റ്റ് ടാബർനാക്കിൾ because she carried
the word that became flesh for the first time. ഉദരത്തിലും ഹൃദയത്തിലും വചനത്തെ സ്വീകരിച്ച് അതിന് ജന്മം നൽകിയതാണ് മറിയം. She is the first tabernacle and she made the first Eucharistic procession from Nazareth to Judean countryside when she went to visit Elizabeth. എലീശയെ സന്ദർശിക്കാൻ പോയപ്പോൾ ഈശോയെ ഉള്ളിൽ നിറച്ച് ആ സാന്നിധ്യം കൊണ്ടാണ് അവൾ പോകുന്നത്. She made the first procession, Eucharistic procession. ആദ്യത്തെ സക്രാരി മറിയം. വചനം അവളിൽ മാംസം ധരിച്ചു. ആദ്യത്തെ ദീപകാരൻ്റെ പ്രദക്ഷിണം നടത്തിയത് മറിയം. വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ചവൾ മറിയം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നിറസാന്നിധ്യമാണ് മറിയമെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനമാണിത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷം 14:21. If you love me, you will keep my word and we will come and make our home with him. If you love me, you will keep my word and we will come and make, my Father will love him and we will come and make our home with him. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞവളാണ് പരിശുദ്ധ മറിയം. കാരണം ഈ വചനം ഇതുപോലെ കീപ്പ് ചെയ്ത മറ്റൊരു വ്യക്തിയില്ല, ഇതുപോലെ പാലിച്ച മറ്റൊരു വ്യക്തി ലോകത്തില്ല. There is no one else who has kept the word of God so much as Mary did. So she is filled with the presence of God, presence of the Holy Trinity, because she has kept the word of God so much in her life. വചനം പാലിക്കുന്ന, വചനം അനുസരിക്കുന്ന, വചനം ജീവിക്കുന്ന വ്യക്തിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്നു. ഇത് മറിയത്തിൻ്റെ മാത്രം അനുഭവമല്ല, ഇത് എൻ്റെയും നിങ്ങളുടെയും അനുഭവമായിരിക്കണം പ്രിയപ്പെട്ടവരെ. വചനം പാലിക്കുന്ന, വചനം അനുസരിക്കുന്ന, വചനം ജീവിക്കുന്ന വ്യക്തിയിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം വസിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. If you abide in my word, Father will love you and we will come and make our home with you. So പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നിറസാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ. സോ അങ്ങനെയെങ്കിൽ വചനം പൂർണ്ണതയിൽ പാലിച്ചവൾ ആണ് അമ്മ. അതുകൊണ്ട് അവൾ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുക. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് എലിസബത്ത് പറയുന്നുണ്ട്. നമ്മുടെ സഭാപിതാക്കന്മാർ പറയുന്നത് മറിയം യേശുവിലേക്കുള്ള കുറുക്കു വഴിയാണെന്നാണ്. യേശുവിൽ വളരാൻ, വിശുദ്ധ കുർബാനയിലുള്ള ഭക്തിയിൽ വളരാൻ, ദൈവിക പുണ്യങ്ങളിൽ വളരാൻ, പരിശുദ്ധ ത്രിത്വത്തിൽ വളരുവാൻ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം. സാത്താനെ പരാജയപ്പെടുത്തുവാൻ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പരിശുദ്ധ അമ്മയെ വിളിക്കണം. നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ പരിശുദ്ധ അമ്മയെ കൊണ്ടുവരണം. ഇവിടെ പ്രത്യേകിച്ച് ഈ മെയ് മാസം നമുക്കറിയാം, നമ്മൾ ട്രഡീഷണലായിട്ട് നമ്മൾ ഈ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ദ വുമൺ ഓഫ് ദ ഹോളി യൂക്കറിസ്റ്റ്, പരിശുദ്ധ അമ്മ ദ വുമൺ ഓഫ് ദ ഹോളി യൂക്കറിസ്റ്റ്, പരിശുദ്ധ കുർബാനയുടെ സ്ത്രീ ആണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ മടിയിലിരുന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കാണുന്നു. അതുപോലെ അമ്മയോട് ഭക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ അക്ഷയപാത്രം കവിഞ്ഞൊഴുകും. അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയും. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കും. If you have devotion to Blessed Mother, you will come to know God more and more and you will love Him more and more. You will never go away from God because you have devotion to Blessed Mother. So the more you love her, the more you will experience the presence of God in your life. So let us have that powerful experience of the intercession of our mother. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് വലിയ അഭിഷേകവും അനുഗ്രഹവും ലഭിക്കുന്നുണ്ട്. ഇതറിയാവുന്ന ഒരാളുണ്ട്, നമ്മുടെ ശത്രു. He will somehow distract you from the Holy Rosary. He will not allow you to say the Holy Rosary completely because he knows that once you recite the Holy Rosary, you cannot be touched. കാരണം നമ്മൾ വലിയ കൃപ കൊണ്ടും വലിയ പവർ കൊണ്ടും നിറയുന്നുണ്ട്. When you pray the Holy Rosary, you are filled with the grace and the devil cannot touch you. So he will not let you complete your Holy Rosary. പലരുടെ അനുഭവമല്ലേ, കൊന്ത ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്, അല്ലെ കൊന്ത ചെല്ലാനായിട്ടൊരു ഉത്സാഹമില്ലാത്ത വരുന്ന അവസ്ഥ. ബിക്കോസ് ഹി നോസ് ഹൗ പവർഫുൾ ദിസ് വെപ്പൺ ഈസ്. അതുകൊണ്ടാണ് ഇത് ചെല്ലാനായിട്ട് അനുവദിക്കാതിരിക്കുന്നത്. സോ ഹോളി റോസറി ഭക്തിയോടെ ചെല്ലുന്നയാൾ
ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. പരിശുദ്ധ അമ്മ ഇടപെടും നമ്മുടെ ജീവിതത്തിൽ. ഭക്തിയോടെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടിരിക്കും. നോ മാറ്റർ ഹൗ ഡിഫിക്കൽട്ട് ദ സിറ്റുവേഷൻ ഈസ്, ഷീ വിൽ ഇൻ്റർവീൻ ഇൻ ടു യുവർ ലൈഫ്. യു കനോട്ട് ബി ലോസ്റ്റ്. If you pray the Holy Rosary every day, you cannot be lost because she will intervene into your life, and she is powerful enough to intervene in any difficult situation. In Fatima, in 1917, she said, I am the Lady of the Rosary. Pray the Rosary every day to obtain peace for the world. ഞാൻ കൊന്തയുടെ സ്ത്രീയാണ്. ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ എല്ലാ ദിവസവും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. ഞാൻ കൊന്തയുടെ സ്ത്രീയാണ്. ലോകത്തിൽ സമാധാനം വേണോ? എല്ലാ ദിവസവും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. മജൂറിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് 3 കാര്യങ്ങളാണ് കൊന്ത ചൊല്ലുമ്പോൾ. 1, നിങ്ങൾ എല്ലാ ദിവസവും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. 2, നിങ്ങൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം. 3, നിങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം പറ്റുന്നിടത്തോളം. So 3 things she said when you pray the rosary: pray every day, pray with your heart, and pray together with others whenever possible. Does not mean that you can't pray it alone. നമ്മൾ വണ്ടിയെ പോകുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ചെല്ലാം. ഒരു ഫുൾ റോസറി നമുക്ക് എപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കുകയല്ല. ഒരു രഹസ്യം ചൊല്ലി കുറച്ച് കഴിഞ്ഞാൽ അടുത്ത രഹസ്യം ചൊല്ലി അങ്ങനെയും ചെല്ലാം. എനി ടൈം വി ക്യാൻ പ്രേ, എനിവെയർ വി ക്യാൻ പ്രേ, എലോൺ വി ക്യാൻ പ്രേ, ബട്ട് ദെൻ whenever possible come together to pray. It has a special power. So pray with your heart, pray every day and together with others. അപ്പം ഫാത്തിമയിൽ പറഞ്ഞത് ഞാൻ കൊന്തയുടെ അമ്മയാണ്, കൊന്തയുടെ സ്ത്രീയാണ്. ലോകത്തിൽ സമാധാനം വേണമെങ്കിൽ നിങ്ങൾ കൊന്തയിൽ പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ സമാധാനം വേണമെങ്കിലും അതിനില്ല. കുടുംബത്തിൽ സമാധാനം വേണമെങ്കിലും കൊന്തയിൽ പ്രാർത്ഥിക്കുക. കൊന്തയിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകും. നമ്മുടെ പലരുടെയും കുടുംബങ്ങൾക്ക് എന്താ പറ്റിയത്? നമുക്ക് പലപ്പോഴും കുടുംബങ്ങളിൽ സമാധാനമില്ല. എന്താ പറ്റിയത്? നമ്മൾ ചിന്തിക്കണം. നമ്മൾ കൊന്ത ചെല്ലുന്നുണ്ടോ എല്ലാ ദിവസവും നമ്മുടെ കുടുംബങ്ങളിൽ? നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്, ശരിയാ. ഇറ്റ് ക്യാൻ ബി ചാലഞ്ചിങ്, ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ഫോർ പീപ്പിൾ ടു ബി ടുഗെദർ ബിക്കോസ് ഓഫ് അവർ വർക്ക് സ്കെഡ്യൂൾ ആൻഡ് ഓൾ. പക്ഷേ അതൊരു പ്രയോറിറ്റി ആയിട്ടെടുത്താൽ വി വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. വി ഡു മെനി തിങ്സ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. എങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എ പ്രയോറിറ്റി വി വിൽ ഫൈൻഡ് സം വേ ടു ഡു ഇറ്റ്. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം, ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ എന്നൊരു ചൊല്ലുണ്ടല്ലോ. സോ കൊന്തയൊല്ലി പ്രാർത്ഥിക്കാം. സെൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽസ്, എൻ്റെ പേട്രൺ സെയിൻറ്റ്, പറയുന്നത് ദ ഗ്രേറ്റസ്റ്റ് മെത്തേഡ് ഓഫ് പ്രേയിങ് ഈസ് ടു പ്രേ ദ ഹോളി റോസറി. പരിശുദ്ധ അമ്മയോട് ഒരുപാട് ഭക്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് സാലസ്. ഹി വെൻറ്റ് ത്രൂ എ ഡിപ്രഷൻ വെൻ ഹി വാസ് യങ്. He was just caught between this Calvinism, this predetermination, the theory of predetermination. That means no matter what you do, you are determined for hell or heaven. This was the Calvin's theory, Calvinism. ഇത് കേട്ടിട്ട് ആകെ അസ്വസ്ഥനായി ഫ്രാൻസിസ് സാലസ്. ഞാൻ എന്ത് ചെയ്തിട്ടെൻ്റെ കാര്യം? ഞാൻ എന്ത് പുണ്യം ചെയ്താലും ഞാൻ നശിക്കാനാണ്, നശിച്ചു പോകും, രക്ഷപ്പെടും. ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നുള്ള ഒരു കോൺസെപ്റ്റ് അദ്ദേഹത്തിന് മനസ്സിലേക്ക് വന്നു. ഇറ്റ് മേഡ് ഹിം ഡിപ്രസ്ഡ്. ദെൻ ഹി വെൻറ്റ് ടു ദ ബ്ലെസ്ഡ് മദർ ആൻഡ് പ്രേ ദ മെമ്മറാരി. എത്രയും നാളെ മാതാവെ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ആ ഡിപ്രഷൻ ദൂരെ പോയി. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ മാനസിക രോഗങ്ങൾ പോലും മാറുന്നതായിട്ട് നമുക്കറിയാം. എൻ്റെ സഹോദരങ്ങളെ, ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാം നിങ്ങളുമായിട്ട്. ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, മേ ബി ഐ തിങ്ക് 3 or 4 years ago or 5 years ago, I was going to the Holy Land with Guy Murphy and the Totally Yours pilgrimage team. I was in Houston at that time. I was working in Shalom Center as the clinical director of that center. So I was supposed to join the team from Boston. ഞാൻ ബോസ്റ്റണിൽ വെച്ച് ബാക്കി എല്ലാവരും കൂടെ ചേരാം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ ബോസ്റ്റണിൽ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ ആൾക്കാരെല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എവരിബഡി വാസ് ദെയർ. സം ആർ ഫ്ലൈയിങ് ഔട്ട് ഫ്രം ബോസ്റ്റൺ, സം ആർ ഫ്രം സംവെയർ എൽസ്, വി വർ മീറ്റിംഗ് സംവെയർ എൽസ്. സോ ഒരു ഗ്രൂപ്പ് അവിടെയുണ്ട്, ബോസ്റ്റണിലുണ്ട്. അപ്പോൾ ബോസ്റ്റണിലുണ്ടായിരുന്ന ചില ആൾക്കാർ എന്നെ അറിയുന്നവരുണ്ടായിരുന്നു. അവർ ദേ വർ വെയിറ്റിംഗ് ഫോർ മീ ബിക്കോസ് ദർ വാസ് എ ക്രൈസിസ് സിറ്റുവേഷൻ ദെയർ. ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ദർ ഇസ് എ പ്രോബ്ലം ഹിയർ. എന്താ പ്രോബ്ലം? ദർ ഇസ് വൺ ലേഡി ഹു ഈസ് അൺഡിസൈഡഡ് ടു ഗോ ഓർ നോട്ട്. ബിക്കോസ് ഷീ ഹാസ് ടിക്കറ്റ് ആൻഡ് എവറിഥിങ്, ബട്ട് ദെൻ ഷീ ഈസ് നോട്ട് ഷുവർ ടു ഗോ ഓർ നോട്ട്. പോണോ വേണ്ടിയൊന്നും സംശയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇവളുടെ മകനുണ്ട്, ഹു ഈസ് സിക്ക്, ഹു ഈസ്
having depression. ഈ മകൻ ത്രട്ടൺ ചെയ്യുകയാണ്, "Mom, if you go, I will die." So she is so panicking. അമ്മയ്ക്കാകെ വിഷമമായി. ഞാൻ പോയാൽ മകൻ മരിക്കുമെന്നാണ് പറയുന്നത്. പോണോ വേണ്ടയോ? എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്, പാക്കെല്ലാം ചെയ്ത്. ഭയങ്കര ആഗ്രഹമാണ്, ഹോളി ലാൻഡ് സന്ദർശിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. വിശുദ്ധ നാട് പോയി കണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് വന്ന പാവം സ്ത്രീയാണ്. പക്ഷേ son is threatening her, "If you leave the airport, I will commit suicide." And she is confused. ഞാൻ ചെല്ലുമ്പോൾ ഇവരെന്നെ നോക്കിയിരിക്കുക. അച്ഛാ, എന്താ ചെയ്യേണ്ടത്? വാട്ട് ടു ഡു? പ്ലീസ് ഹെൽപ്പ് ഹർ. ഞാൻ ഈ സ്ത്രീയോട് സംസാരിച്ചു. Then I prayed with her. Then I got an inspiration, let her go, no matter what, because നമുക്ക് ചെയ്യാവുന്ന ഒരു പരിധിയുണ്ട്. Even if she goes back, അവൻ സൂയിസൈഡ് ചെയ്യണമെന്നാണെങ്കിൽ ചെയ്യും. Most of the time, those people who threaten like that will not commit, because it's a kind of game they play to emotional, to exploit people. So she decided to go ahead. ഞങ്ങൾ ബെത്ലഹേമിൽ ചെന്നു. ബെത്ലഹേമിൽ ചെന്നപ്പോഴത്തേക്ക് ഇവൻ്റെ ടെസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഷീ ഈസ് സോ അപ്സെറ്റ് ബിക്കോസ് this boy is testing her very often. I am going to die, I will die. And she could not concentrate on any prayer. വീണ്ടും അന്ന് വൈകുന്നേരം ഇവരെന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് സിറ്റുവേഷൻ. ഞാൻ ചെന്ന് ഈ സ്ത്രീയോട് സംസാരിക്കാൻ നോക്കി. ഷീ ഈസ് അപ്സെറ്റ്, ഷീ ഈസ് ക്രൈയിങ്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഒടുവിൽ ഞാൻ എന്താ പറയുക? എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. നമ്മുടെ കൗൺസിലിങ്ങിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. അവസാനം ഞാൻ പറഞ്ഞു, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗാഡ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അങ്ങനെ അങ്ങോട്ട് പറയാൻ എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും, ദർ ഇസ് നത്തിങ് ഇമ്പോസിബിൾ ടു ഗാഡ്. എന്നിട്ട് ഞങ്ങൾ കൈപിടിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചു ഈ മകന് വേണ്ടിയിട്ട്. ആ സ്ത്രീയും ഞാനും കൂടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഹോട്ടലിൽ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഏർലി മോർണിംഗ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ മീ വിത്ത് ഹെർ ഫോൺ. "Father, can you believe what I got the message? My son is telling, Mom, my depression is lifted and I am going to visit uncle today." Wow. Can you believe the power of prayer? Can you believe the power of faith? വിശ്വസിച്ചു അവൾ. എൻ്റെ വിശ്വാസമൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ആ സ്ത്രീ വിശ്വസിച്ചു. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു ഗാഡ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. വർഷങ്ങളായിട്ട് ഡിപ്രഷനിൽ കഴിയുന്ന എൻ്റെ മകനെ സുഖപ്പെടുത്തുവാനായിട്ട് ഈ ദൈവത്തിന് സാധിക്കും എന്ന് വിശ്വസിച്ചു അവൾ വിശ്വസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ ജീവിതത്തിൽ വലിയ ആ അത്ഭുതം കാണാൻ സാധിച്ചു. ഈ മകൻ വളരെയധികം മെച്ചപ്പെട്ട് പിന്നീട് പല പ്രാവശ്യം എന്നെ കോൺടാക്ട് ചെയ്തു ഈ സ്ത്രീ. സോ ഷീ കോൺടാക്റ്റഡ് മീ സെവറൽ ടൈംസ് ആഫ്റ്റർ ദാറ്റ്. സോ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിച്ച അവൾ ഭാഗവതി. സോ പ്രേ ദ ഹോളി റോസറി വിത്ത് ഫെയ്ത്ത്. കാരണം ജപമാല ചൊല്ലുന്ന വ്യക്തി യേശുവിൻ്റെ രക്ഷാകര രഹസ്യമാണ് ഇവിടെ ഇന്നത്. ഇവിടെ മറിയം വിശ്വസിച്ചു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന്. ദൈവത്തിലേക്കുള്ള വിശ്വാസത്തിലേക്കാണ് മറിയം നമ്മളെ കൊണ്ടുവരിക. സെൻറ്റ് തോമസ് അക്വിനസ് preached 40 straight days in Rome on just Hail Mary. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന 40 ദിവസം പ്രീച്ച് ചെയ്യാനായിട്ട് തോമസ് അക്വിനസിന് സാധിച്ചു. 40 ദിവസം തുടർച്ചയായിട്ട് ഒറ്റ പ്രാർത്ഥന, ഹെയിൽ മേരി. അത്രയും റിച്ചാണ് ആ പ്രയർ, ബിക്കോസ് ദാറ്റ് കണ്ടെയ്ൻസ് എവ്രി വേർഡ് ഈസ് ഫ്രം ദ ബൈബിൾ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഹെയിൽ മേരി, എവ്രി വേർഡ് ഈസ് ടേക്കൺ ഫ്രം ദ ബൈബിൾ. സുവിശേഷത്തെ ബൈബിളിൽ നിന്ന് എടുത്തിട്ടുള്ള വചനങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നത്. ഇറ്റ് ഹാസ് പവർ, ഇറ്റ് ഈസ് എ വേർഡ് ഓഫ് ഗാഡ്. And St. Louis de Montfort said, the salvation of each individual is bound up with one Hail Mary. ലൂയിസ് ഡി മൗണ്ട്ഫോർട്ട് പറയുന്നത് ഓരോ വ്യക്തിയുടെയും രക്ഷ ഒരു നന്മ നിറഞ്ഞ മറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാൽ ആത്മാക്കൾ രക്ഷപ്പെടും. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. We need to pray for the salvation of souls, pray in the Holy Rosary. When you pray Hail Mary for a soul, that soul can be saved because of the power of that one prayer that we say, recite. നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന വലിയ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. പലരും പറയും എന്തിനാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്? why to repeat it over and over again? Every time I am offering a rose flower to the crown of the rosary to Mary, that she can use for the salvation of people. So salvation of each individual is bound up with one Hail Mary. Saint John Vianney
നമുക്കറിയാം എത്രമാത്രം പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള വ്യക്തിയായിരുന്നു. നിരന്തരം കൊന്തയിലേക്കൊണ്ടിരുന്ന ആളാണ്. കയ്യിൽ കൊന്തയില്ലാതെ ഒരു നിമിഷം പോലും അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു പറയാം. വെരി സെൽഡം ഹി വാസ് സീൻ വിതൗട്ട് റോസറി ഇൻ ഹിസ് ഹാൻഡ്. കയ്യിലെപ്പോഴും റോസറി പിടിച്ചുകൊണ്ട് നടന്നത്. All the time he had the rosary. He was praying the rosary and again he was holding it because that has also meaning. So when you hold the rosary, you are holding the hand of Blessed Mother. Okay. പരിശുദ്ധ അമ്മയുടെ കയ്യിലാണ് നമ്മൾ പിടിക്കുന്നത്. കൊന്ത കയ്യിൽ പിടിക്കുമ്പോൾ പാതിരപ്പിയോ, the holding the rosary is the holding Blessed Mother's hand. അമ്മയുടെ കരം പിടിക്കലാണ് കൊന്ത പിടിക്കൽ. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അമ്മയുടെ കയ്യിൽ നമുക്ക് പിടിച്ച് നടക്കാൻ സാധിക്കുമെന്നാണ് പാതിരപ്പിയ പറയുന്നത്. റോസറി ഈസ് ദ ട്രഷർ ട്രോവ് ഓഫ് ഗ്രേസസ് എന്ന് പറയാം. പോപ്പ് പോൾ ദ സിക്സ് പറയുന്നു റോസറി ഈസ് ദ ട്രഷർ ഓഫ് ഗ്രേസസ്. സെൻ്റ് തെരേസ പറയുന്നു റോസറി ഈസ് ദ ട്രഷർ ട്രോവ് ഓഫ് ഗ്രേസസ്. കൃപയുടെ വലിയ കൂമ്പാരമാണ് കൊന്തയിൽ അടങ്ങിയിരിക്കുന്നത്. ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇത്രമാത്രം കൃപ നമ്മൾ സ്വീകരിക്കുന്നു എന്നാണ് സത്യം. അതുകൊണ്ട് ഈ മാസം നമുക്ക് പ്രാർത്ഥനയുടെ മാസമായിട്ട് മാറ്റണം പ്രിയപ്പെട്ടവരെ. We have to convert this into a time of prayer. This whole month, the devotion to our Blessed Mother should increase. നമ്മൾ പരിശുദ്ധ അമ്മയുടെ ആ വലിയ സഹായം തേടണം. പ്രത്യേകമായിട്ട് ഈ സാഹചര്യത്തിൽ നമ്മളിന്ന് അമേരിക്കയും കാനഡയും പരിശുദ്ധ അമ്മയുടെ ബിമലകൃത്യത്തിന് സമർപ്പിച്ചു. അഭിയന്ന പിതാക്കന്മാർ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ഈ രാജ്യങ്ങളെ കൊടുത്തിരിക്കുക. കാനഡ ആൻഡ് അമേരിക്ക ആർ ഡെഡിക്കേറ്റഡ് ടു ദ ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് Blessed Mother. The Bishops' Conference today dedicated the whole country, America as well as Canada, to the Blessed Mother at this time of COVID. In this crisis situation, we need her. We need her help. നമ്മളെ സഹായിക്കാൻ അമ്മയ്ക്ക് സാധിക്കും. We need to come to her. We need to come to her with faith. വിശ്വാസത്തോടു കൂടി നമ്മൾ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് കടന്നു വരണം. ഇന്ന് ഈ മെയ് 1-ാം തീയതി നമ്മൾ വണക്കവാസമൊക്കെ ആരംഭിച്ചു. നമ്മൾ കൊന്തയൊക്കെ ചൊല്ലി ഇന്ന് തീരുമാനമെടുക്കാം. എല്ലാ ദിവസവും നമ്മൾ കൊന്ത ചെല്ലും. തീർച്ചയായിട്ടും എല്ലാവരും ചെല്ലുന്നുണ്ട്. ഞാനൊരു സജഷൻ പറയാം, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചെയ്യുക. ഞാൻ എന്നോട് തന്നെ സജസ്റ്റ് ചെയ്യണം. ഐ ഡോണ്ട് നോ ഇഫ് ഐ വിൽ ബി സക്സസ്ഫുൾ. എല്ലാ ദിവസവും 4 മിസ്റ്ററിയും ചൊല്ലി പ്രാർത്ഥിക്കുക ഈ മാസം. തിരക്കൊക്കെ ഉണ്ടായിരിക്കാം. ട്രൈ ടു പ്രേ ഓൾ ദ 4 മിസ്റ്ററീസ്. അങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന നിരവധി പേര് ഇപ്പോൾ തന്നെ ഉണ്ട്. 20, 30, 40 കൊന്ത ചെല്ലുന്നവരൊക്കെ ഉണ്ട്, എനിക്കറിയാം. പക്ഷേ നമ്മളൊരു മിനിമം പറയുകയാണ് 4 രഹസ്യങ്ങൾ. ജോയ്ഫുൾ മിസ്റ്ററീസ്, ഗ്ലോറിയസ് മിസ്റ്ററീസ്, സോറോഫുൾ മിസ്റ്ററീസ് ആൻഡ് ലുമിനസ് മിസ്റ്ററീസ്. ഓൾ ദ മിസ്റ്ററീസ് ഓഫ് ദ ഹോളി റോസറി എവറി ഡേ അറ്റ്ലീസ്റ്റ് ഡ്യൂറിങ് ദിസ് മന്ത് ഓഫ് മെയ്. ദെൻ മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. അവിടെ നമുക്ക് മുന്നോട്ട് പോകണം. അതുപോലെ കുറച്ച് ഉപവാസവും കുറച്ചുകൂടെ പ്രാർത്ഥനയൊക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടും. കാരണം ഈ സമയത്ത് വാട്ട് ക്യാൻ ഹെൽപ്പ് ഈസ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ. വി നീഡ് ടു പ്രേ ഫോർ അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥനയിൽ വളരണം, ദൈവകൃപയിൽ വളരണം. നമ്മൾ ഈശോയിലേക്ക് അടുക്കണം, പിതാവിങ്കിലേക്ക് എടുക്കണം, പരിശുദ്ധാത്മാവിനെ നിറയണം. അതിന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ ആ മധ്യസ്ഥ ആവശ്യമാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നമുക്കെപ്പോഴും സഹായകരമാണ്, ആവശ്യമാണ്. നമുക്ക് അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി സ്വീകരിക്കാം. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നൽകിയ സ്നേഹ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. യോഹന്നാന് മാത്രം കൊടുത്ത സമ്മാനമല്ല. ഇറ്റ്സ് നോട്ട് എ ഗിഫ്റ്റ് ഗിവൺ ടു ജോൺ അലോൺ. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഗിവൺ ടു ഓൾ ഓഫ് us ഫ്രം ദ ക്രോസ്. ദ ഫൈനൽ ഗിഫ്റ്റ് ജീസസ് ഗേവ് ഹിസ് ലൈഫ് ആൻഡ് ഹിസ് മദർ. കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് നൽകിയ സമ്മാനമാണ്. കാരണം ഈശോയ്ക്ക് അറിയാം ഇതൊരു ട്രഷറാണ്. പരിശുദ്ധ അമ്മ നമുക്ക് നിധിയാണ്. ഈ അമ്മ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷയുണ്ട്. വി വിൽ ബി സേഫ് വിത്ത് ഹെർ. സോ ജീസസ് ന്യൂ ഇറ്റ് സോ വെൽ ആൻഡ് വി നീഡ് ഹെർ. വി നീഡ് ഹെർ ടു ഡിഫീറ്റ് അവർ എനിമി. വി നീഡ് ഹെർ ടു ഡിഫീറ്റ് ദി എനിമി ഹു വാണ്ട്സ് ടു ഡിസ്ട്രോയ് അവർ സോൾ. നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാനായിട്ട് തപ്പി നടക്കുന്ന your enemy, the devil, is prowling round like a roaring lion looking for someone to eat. Stand up to him strong in faith. ആത്മാവിനെ നശിപ്പിക്കാനായിട്ട് നടക്കുന്ന ഒരു എനിമി, ഒരു ശത്രു എനിക്ക് നിങ്ങൾക്കുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലെറ്റ് us seek her intercession. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് നമുക്ക് വരാം. It is reflecting the face of Christ in the school of Mary. May God bless you.